التمسك بالأثر نجاه. അടുത്ത ചോദ്യം 56-ാമത്തെ ചോദ്യം. മൻ ഉലുൽ അസ്മി മിനർ റസുൽ. റസൂലുമാരിൽ ഉലുൽ അസ്മ് എന്നറിയപ്പെടുന്ന റസൂലുമാർ ആരാണ്? റസൂലുമാരിലെ ഉലുൽ അസ്മ്. അസ്മ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ദൃഢനിശ്ചയം എന്നാണ് അർത്ഥം. നിശ്ചയദാർഢ്യം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിൻ്റെ വക്താക്കളായിട്ടുള്ള റസൂലുമാർ എന്നുവെച്ചാൽ എല്ലാ റസൂലുമാരും അങ്ങേറ്റം നിശ്ചയദാർഢ്യമുള്ള ആളുകൾ തന്നെ ആയിരിക്കും. പക്ഷെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന റസൂലുമാരെന്ന അർത്ഥത്തിലാണ്. അതെന്താ അങ്ങനെ? ഇത് ഈ ഉലുൽ അസ്മ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ റസൂലുമാരെയാണ്. എന്നുവെച്ചാൽ ഏറ്റവും മികച്ച റസൂലുമാർ വരാം, ഏറ്റവും മികച്ച റസൂലുമാർ വരാം. അള്ളാഹു ഖുർആനിൽ ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ. റസൂലെ, താങ്കൾ ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ താങ്കളും ക്ഷമിക്കണം എന്ന് അള്ളാഹു ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത് പോലെ. അപ്പം ഇവരാരൊക്കെയാണ്? ഈ എല്ലാ റസൂലുമാരെക്കാളും അവരിൽ തന്നെ ഏറ്റവും പദവിയുള്ള ശ്രേഷ്ഠതയുള്ള ആളുകൾ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പേരാണ് ഉലുൽ അസ്മ് എന്നറിയപ്പെടുന്ന നബിമാർ, റസൂലുമാർ. ഒരു 5 പേരെ പറ്റിയും വിശദമായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ ചെറിയൊരു പരിചയപ്പെടുത്തൽ അത്യാവശ്യമാണ്. നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹമാണ് ഒന്നാമത്തെ റസൂൽ. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ റസൂൽ എന്നുള്ളത് നൂഹ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ വരേക്കും ഈ ഭൂമുഖത്ത് തന്നെ ഷിർക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ വരേക്കും ഈ ഭൂമുഖത്ത് തന്നെ ഷിർക്ക് എന്ന തിന്മ തീരെ ഉണ്ടായിരുന്നില്ല. ആദ്യമായ ഷിർക്ക് അത് ഭൂമിയിൽ പ്രകടമാവുകയും അങ്ങനെ അത് വ്യാപകമാവുകയും ചെയ്തപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാമയെ അയക്കുന്നത്. അങ്ങനെ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ 950 വർഷക്കാലം ദഅവത്ത് ചെയ്യാം. എന്നുവെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് അത്രയും ആയുസ്സുണ്ട്. അദ്ദേഹം 950 വർഷക്കാലം മുഴുവൻ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. രാവും പകലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ ഇങ്ങനെ ദഅവത്ത് ചെയ്തുകൊണ്ടേ ഇരുന്ന് അദ്ദേഹം തുടർന്നു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വഹി അവതരിപ്പിച്ചു കൊടുത്തു. താങ്കളുടെ സമൂഹത്തിൽ ഇതുവരെ വിശ്വസിച്ച ആളുകളല്ലാതെ ഇനി പുതുതായിട്ട് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന വഹി അവതരിപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നൂഹ് അലൈഹിസ്സലാം ആ സമൂഹത്തെ നശിപ്പിക്കാൻ ചോദിക്കാം. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? വലിയൊരു പ്രളയം, എന്നുവെച്ചാൽ ആകാശത്തിനോട് മഴ പെയ്യ്ക്കാൻ പറഞ്ഞു, ഭൂമിയോട് അതിൻ്റെ ഉറവുകൾ ഒട്ടിയൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ശക്തമായ മഴ, ശക്തമായ ഉറവുകൾ, അങ്ങനെ ഇത് രണ്ടും കൂടിക്കലർന്ന് വലിയ ഒരു പ്രളയം രൂപപ്പെടുകയും അങ്ങനെ ആ സമയത്ത് അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തയ്യാറാക്കിയ കപ്പലിൽ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും കയറി രക്ഷപ്പെടുകയും ചെയ്തു. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം ചരിത്രം നമുക്കൊക്കെ അറിയുന്നതാണ്. അള്ളാഹുവിൻ്റെ ഖലീലാണ്, ഖലീലുല്ലാ ഇബ്രാഹിം. അപ്പം ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഉപ്പ മുസ്ലിം അല്ലായിരുന്നു, വിഗ്രഹങ്ങളെ മറ്റുമൊക്കെ ആരാധിക്കുന്ന ഒരാളായിരുന്നു.
അവിടെ മുതൽ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം സ്വന്തം ഉപ്പയ്ക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നാട്ടുകാർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ നാട്ടുകാരെല്ലാവരും ഇദ്ദേഹത്തിനെതിരെ തിരിയുകയും അങ്ങനെ അവിടുത്തെ രാജാവിന് പോലും മുന്നിൽ നിന്ന് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിയുകയും അങ്ങനെ അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്ത് അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ള നമുക്ക് പരിചയമുള്ളതാണ്. അതുപോലെ ധാരാളം ചരിത്രങ്ങൾ വേറെയുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സമീപനം. അല്ല, ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു എന്ത് കൽപ്പിച്ചാലും അദ്ദേഹം അതങ്ങനെ തന്നെ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കുകയാണ്. മകനെ കൊല്ലണമെന്ന് കൽപ്പിച്ചു, മകനെ കൊല്ലാൻ അദ്ദേഹം തയ്യാറായി. കുട്ടിയെയും ഉമ്മയും സ്വന്തം മകനെയും ഭാര്യയെയും വിജനമായ പ്രദേശത്ത് കൊണ്ട് ഉപേക്ഷിക്കാൻ കൽപ്പിച്ചു, അദ്ദേഹം അത് പ്രാവർത്തികമാക്കുകയാണ്. അങ്ങനെ എല്ലാ കൽപ്പനകളും ഇബ്രാഹിം അലൈഹിസ്സലാം കൃത്യമായി പൂർത്തീകരിക്കുക. അതേപോലെ തന്നെയാണ് മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകാർ അവരിൽ ഏറ്റവും വലിയ എണ്ണം പിൻഗാമികളുള്ളത് മൂസ അലൈഹിസ്സലാമിക്കാണ്. എന്നുവെച്ചാൽ നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികൾ മാറ്റി നിർത്തിയാൽ പിന്നെ ഏറ്റവും കൂടുതൽ പിൻഗാമികൾ ഉള്ളത് മൂസ അലൈഹിസ്സലാമിക്കാണ്. ഇപ്പോൾ മൂസ അലൈഹിസ്സലാം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഫിറഔനിൻ്റെ കൊട്ടാരത്തിലാണ് വളരുന്നത്. അങ്ങനെ വളർന്ന് വന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, ഗോത്രം വേറെ. അങ്ങനെ അദ്ദേഹം ഒരാളെ യാദൃശ്ചികമായിട്ട് കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കൊന്ന വിവരം നാട്ടിൽ പരക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ നാടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും മറ്റൊരു നാട്ടിലേക്ക് എത്തി യാദൃശ്ചികമായൊരു വിവാഹം കഴിഞ്ഞ് അദ്ദേഹം കുടുംബത്തോട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വഹി നൽകുന്നത്, നബിയായി തിരഞ്ഞെടുത്തുകൊണ്ട്. അങ്ങനെ ഫിറഔന്റെ അടുക്കലേക്ക് പോയി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് ക്ഷണിച്ച് അദ്ദേഹം അത് കൂട്ടാക്കാതെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്ത് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിറഔനെയും കൂട്ടരെയും കടലിൽ മുക്കി നശിപ്പിച്ചു. പിന്നെ ഉള്ളത് ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമയുടെ ജനനം തന്നെ ഉപ്പയില്ലാതെ ജനിച്ചു. അതേപോലെ തന്നെ തൊട്ടിൽ സംസാരിച്ചു. അതേപോലെ ഒരുപാട് അത്ഭുത കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുക, ജന്മന കണ്ണ് കാണാത്ത ആളുകൾക്ക് കാഴ്ചശക്തി കൊടുക്കുക, പാണ്ഡുരോഗങ്ങൾ മാറ്റുക, അങ്ങനെ ധാരാളം വിഷയങ്ങൾ. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ ശത്രുക്കൾ, ജൂതന്മാരും മറ്റുമൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തി. അവസാനം പിടിക്കപ്പെടുമെന്ന് ആയ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം, അദ്ദേഹത്തെ മുകളിലേക്ക് ഉയർത്തി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മസീഹുദ് ദജ്ജാലിനെ വധിക്കാൻ അദ്ദേഹം പിന്നീട് ഇറങ്ങി വരും ഇൻഷാ അല്ലാഹ്. പിന്നെയുള്ളത് നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് വലിയൊരു ചരിത്രമാണ്, മുഴുവനായിട്ടും പറയുക സാധ്യമല്ല. അദ്ദേഹം യതീമായി ജനിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മയും വല്ലുപ്പയൊക്കെ നഷ്ടപ്പെട്ട് ഉപ്പാൻ്റെ സഹോദരൻ്റെ സംരക്ഷണത്തിൽ വളർന്ന് വലുതായി സത്യസന്ധത കൊണ്ടും അത് വിശ്വസ്തത കൊണ്ടൊക്കെ അറിയപ്പെട്ട് കച്ചവടത്തിലെ സത്യസന്ധത കണ്ട് ഇഷ്ടപ്പെട്ട് ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്ത് അതിനുശേഷം അദ്ദേഹം നാട്ടിലെ തിന്മകൾ കണ്ട് മനം മടുത്ത് ഒറ്റയ്ക്ക് ഇബാദത്തുകൾ ചെയ്ത് കഴിച്ചു കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി കടന്നു വരികയും അങ്ങനെ ആദ്യമൊക്കെ രഹസ്യമായ ദാവത്തായിരുന്നു, രഹസ്യമായി മാത്രം ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കലേ. പക്ഷെ പിന്നീട് അത് പരസ്യമായപ്പോൾ ഓരോ ശത്രുക്കളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും അധികമായി. അങ്ങനെ പ്രയാസങ്ങൾ അവസാനം കൊലപാതകത്തിലേക്ക് എത്തിയപ്പോൾ മക്ക വിട്ട് മദീനത്തേക്ക് പോയി. മദീനത്ത് ഏറ്റവും നല്ലൊരു രൂപത്തിൽ ജീവിതം അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ളൊരു അധികാരം അത് കയ്യിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു,
ഷിർക്കിൻ്റെ വക്താക്കളോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ മദീനത്ത് പോയി 10 വർഷക്കാലം കഴിയുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ലൊരു ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ഈ ലോകത്തു നിന്നും നമ്മളെ വിട്ടുപിരിഞ്ഞ് യാത്ര സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത്രയും പേരാണ് റസൂലുമാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. പക്ഷേ റസൂലുമാരെന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ആളുകളാണ്. അവരിൽ തന്നെ ശ്രേഷ്ഠതയ്ക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പരസ്പരം ഇങ്ങനെ ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടെ ഇന്ന നബിയാണ് ഇന്ന നബിയേക്കാൾ ശ്രേഷ്ഠൻ, അല്ലെങ്കിൽ ഇന്ന ആളാണ് അയാളെക്കാൾ ശ്രേഷ്ഠൻ എന്ന രൂപത്തിൽ ഒരു നബിയെ ഒരു കൊച്ചാക്കുന്നത് പോലെ, അല്ലെങ്കിൽ അയാളുടെ വില കുറച്ച് കാണിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കാനോ പുകഴ്ത്തി പറയാനോ പാടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നബിമാർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അവർക്കിടയിൽ പദവികൾ നിശ്ചയിച്ച് തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, ചിലർക്ക് മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബിമാരുള്ള വിശ്വാസത്തിൽ നമുക്ക് വളരെ, പ്രത്യേകിച്ച് ഖുർആൻ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന വലിയൊരു വസ്തുതയാണ്, ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഹറാമ് ഹലാലുകളേക്കാൾ നബിമാരുടെ ചരിത്രങ്ങളാണ്. അത് നമ്മുടെ ഹൃദയത്തിന് അത്രയധികം സമാധാനവും അല്ലെങ്കിൽ ആവേശവും ആശ്വാസമൊക്കെ നൽകുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയധികം നബിമാരുടെ ചരിത്രം, പ്രത്യേകിച്ച് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള മൂസാ നബിയുടെ ചരിത്രം. അപ്പം അത്തരം ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. അങ്ങനെ അവരെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി ഉൾപ്പെടുത്താനും അവരുടെ നല്ല നല്ല ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാനൊക്കെ നമ്മൾ പരമാവധി പരിശ്രമിക്കണം.